നമ്മൾ നോർമലി സിനിമകളെ തിയേറ്ററിൽ പോയി കാണും. പക്ഷെ സിനിമാ ഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാര് സിനിമ സെറ്റ് ഇട്ട് റീൽസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. സ്വപ്നങ്ങൾ കൊണ്ട് ചേർന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. നമ്മൾ ഈ പരിപാടി ഓണായ സമയം തൊട്ടിട്ട് നമുക്ക് അറിയാലോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ പോകില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇതിൽ കുറച്ച് ടെക്നിക്കലായിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ട്. ഇത് ബിയർ ബോട്ടിലോട്ട് തലടിച്ച് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെന്നൈയിൽ നിന്നാണ് വരുത്തിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിച്ചട്ടി ഇതൊക്കെ ഡെമ്മിയ, അതിനു വേണ്ടി മാത്രം നമുക്ക് 13 രൂപ എക്സ്പെൻസ് വന്നതാണ്. അപ്പം ഈ 2 ബോട്ടിൽ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വരുത്തിച്ചപ്പോൾ ഒരു ബോട്ടിൽ 2,200. അതുകൂടെ എത്തിയപ്പോൾ പൊട്ടിപ്പോയി. ടിപ്പു സുൽത്താൻ ട്രാവൽസിനെ കൊച്ചിയിൽ വന്നു. അപ്പോൾ 5 രൂപയ്ക്ക് നഷ്ടമായി. പിന്നെയുള്ള 4 ബോട്ടിൽ കോയമ്പത്തൂരാണുള്ളത്, അത് വാങ്ങണം. അപ്പം ഇങ്ങോട്ട് വിട്ട് അത് പൊട്ടുന്നുള്ളതുകൊണ്ട് രാത്രിക്ക് രാത്രി ഇവനെ ട്രെയിൻ കയറ്റി വിട്ടു. ഇവനാണ് വാങ്ങിക്കൊടുക്കുന്നത്. ഞാനൊരു 7 വർഷമായി വീഡിയോ ചെയ്യണം. അപ്പം എനിക്ക് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. അപ്പം അന്ന് തൊട്ടേ കൂട്ടുകാരാണുള്ളത്. അവർക്കൊന്നും അറിയില്ലല്ലോ, നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതുപോലെ ചെയ്യും. കാണുമ്പോൾ വീഡിയോയിൽ ഞാൻ ഹീറോ, പക്ഷേ ഇല്ല ഹീറോ ആക്കാൻ ബാക്കിൽ ഒരുപാട് ഹീറോകൾ. പേരെന്തായിരുന്നു? ഷംനാഥ്. മെയിൻ അട്രാക്ഷൻ താടി തന്നെ. ഇതെന്താ ഈ താടിയുടെ രഹസ്യം? നമ്മളിലേറെ ജെൻസിലേറെ ചോദിക്കുന്നപ്പോ ലേഡീസ് ആണ്. അവർക്ക് മുടി വളർത്താൻ വേണ്ടിട്ട് നമ്മളോട് ചോദിക്കലുണ്ട്. പക്ഷെ നമ്മള് പറഞ്ഞു കൊടുക്കാറുള്ളൂ. അങ്ങനെയാണ് ഈ കോളേജിൽ ഒരുത്തനോട്ട് ഉണ്ടാക്കേണ്ടത്. ഏറ്റവും വലിയ കോഴി അല്ല, എല്ലാതും എനിക്കെല്ലാം കണ്ടിട്ടാ കൊടുത്തു. ഏറ്റവും കൂടുതൽ മണ്ടത്തരം ചെയ്യുന്നത് ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. നമ്മൾ നോർമലി സിനിമകളെ തിയേറ്ററിൽ പോയി കാണും. പക്ഷെ സിനിമാ ഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാര് സിനിമ സെറ്റ് ഇട്ട് റീൽസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ആ ടീമാണ് ഇത് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹുസിയാർ ആൻഡ് ഹുസിയാറിന്റെ സ്വന്തം ചങ്സ്. ചങ്സ് എന്ന് പറയണോ, ടീം എന്ന് പറയണോ, എന്താ പറയണ്ടേ? അതായത് നേരത്തെ പുള്ളി പറയായിരുന്നു സ്വപ്നങ്ങൾ കൊണ്ട് ചേർന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഓക്കെ, വെൽക്കം. വന്നപ്പോ തന്നെ ഭയങ്കര മസിൽ പിടിച്ചായിരുന്നു ഇരുന്നത്. നമ്മളൊക്കെ പോസ്റ്റ് ആക്കി റാഷിദ് അലി വാവ. ഈ പുള്ളി ആയിട്ടാണോ വരാ? അവിടെ പെറ്റെടുക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാണുന്ന കമന്റ് ആണ്, അതായത് കല്യാണ വീഡിയോ ആണെങ്കിൽ കല്യാണ സെറ്റ് ഇടുക, കോളേജിലെ ആണെങ്കിൽ ആർട്ട് ഫെസ്റ്റിന് സെറ്റ് ഇടുക, ഫുൾ അങ്ങ് സെറ്റ് ഇടുകയാണ്. അതെന്താ അങ്ങനെ ഒരു? കാരണം നമ്മൾ നോർമലി കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, കുറെ ടീംസ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് നിങ്ങളുടെ ആ ഒരു സെറ്റിന്റെ പരിപാടി. നമുക്ക് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതെങ്ങനെയാ ആ ഒരു ഐഡിയ വന്നത്? ആരാ പറയാ? പറയൂ. അല്ല, അങ്ങനെ ഒരു ഐഡിയ വരുന്നതല്ല. നമ്മള് നോർമൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. പക്ഷെ ഞങ്ങളുടെ ടീമുകൾ എന്താ പറയുക, എല്ലാ മാസവും 2 മാസം കൂടുമ്പോൾ ഒരു പരിപാടി പിടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് പരിപാടി പിടിച്ചിട്ടുണ്ട്. പക്ഷേ കല്യാണ വീഡിയോയിലാണ് വൈറലായത്. ഇപ്പോൾ അങ്ങനെ ചോദിച്ചത് ഒരു കാര്യം പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ പ്രഷർ എടുത്ത് ചെയ്തതും റിസ്ക് എടുത്ത് ചെയ്തൊരു വീഡിയോ 2022 തോന്നുന്നു, 2018 എന്ന് പറഞ്ഞൊരു വീഡിയോ. അത് ഞാൻ ഏകദേശം ഒരു 300 ഫോളോവേഴ്സൊക്കെയുള്ള സമയത്ത് ചെയ്തതാണ്. അപ്പം അന്ന് തൊട്ട് ചെയ്യുന്നുണ്ട്. കല്യാണ വീഡിയോ ആണ് ക്ലിക്ക് ആയത്. പിന്നെ പെർഫെക്ഷന് വേണ്ടിയിട്ടും കുറച്ച് യൂണീക്കായിട്ട് എന്തെങ്കിലും വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് സെറ്റൊക്കെ ഇടുന്നത്. ഓക്കെ, ഈ 2018 അതിന്റെ വീഡിയോ കാണുമ്പോഴാണെങ്കിലും അതായത് ഞാൻ ശരിക്കും അത്ഭുതത്തോടുകൂടി ചോദിക്കും, എങ്ങനെയാ അത് നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആക്കുന്നത്? കാരണം കുറെ ടേക്ക് പോവാറുണ്ടോ, അല്ലെങ്കിൽ ടേക്ക് എടുത്ത് ഇത് മതി പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടാണോ സെലക്ട് ചെയ്യുന്നത്? ഇല്ല, അങ്ങനല്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരാണ്. ഇപ്പം എൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരാണ്. ഇപ്പം ഒരു ഓപ്പണായി പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഷൂട്ട് വരുമ്പോൾ ഞാൻ ആദ്യം 2 പേരെടുത്ത് പറയും. അങ്ങനെയുള്ള 2 പേരാണ് അവിടെ ഇരിക്കുന്നത്. അസീബ് എന്ന് പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന തെൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിത് ഞങ്ങൾ പ്ലാൻ ചെയ്യും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ഞങ്ങൾ എങ്ങനെ പോലും പ്രീ പ്രൊഡക്ഷൻ ഒരു 20 ദിവസം മുമ്പേ പ്ലാൻ ചെയ്യാറുണ്ട്. എന്നിട്ട് ഓരോരുത്തർക്കും ഒരുപാട് പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ക്രെഡിറ്റ് ഇപ്പോൾ കാണുമ്പോൾ വീഡിയോ കുസിയാറിനാണെങ്കിലും ആക്ച്വലി ക്രെഡിറ്റ് ഇതിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവന്മാരൊക്കെ കൂട്ടുകാരൊക്കെ നമ്മൾ ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് അവന്മാർ ജോലി ലീവ് ചെയ്യും, എന്നിട്ടാണ് ഇതിന് ഇറങ്ങാറ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം,
കൂടെ നിൽക്കുന്ന ക്യാമറാമാനും എഡിറ്ററും അത് ഇവനാണ് ലല്ലു. അവനുണ്ടാവുമ്പോൾ നമുക്ക് അതിലേറെ കോൺഫിഡൻസ് ആണ്. ഒരു കൂട്ടാൻ ചെറുപ്പക്കാരാണ് ഇന്നിരിക്കുന്നത്. കുറെ നാൾക്ക് ശേഷമാണ് എന്റെ ഇന്റർവ്യൂവിൽ ഇത്രയും വലിയ ഫ്രെയിം നിറഞ്ഞിരിക്കുന്നത്. അപ്പോ എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു സൗഹൃദമൊക്കെ? പേരെന്തായിരുന്നു? താടിക്കാക്ക. ഷംനാഥ്. മെയിൻ അട്രാക്ഷൻ താടി തന്നെ. ഇതെന്താ ഈ താടിയുടെ രഹസ്യം? താടിക്ക് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. നമ്മളൊന്നും വളമയൊന്നും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. ഓർഗാനിക് ആയിട്ട് വന്നാണ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഓയിലൊക്കെ തേക്കില്ലേ? ഓയിൽ യൂസ് ചെയ്യും. അതെന്താ സീക്രട്ട്? നമ്മൾ സാധാരണ ഗേൾസിന്റെ അടുത്ത് ചോദിക്കാറില്ലേ? അതിപ്പോ നമ്മളിലേറെ ജെന്റ്സിലേറെ ചോദിക്കണപ്പോ ലേഡീസ് ആണ്. കാരണം അവർക്ക് എങ്ങനെ മുടി വളർത്താൻ വേണ്ടിട്ട് നമ്മളോട് ചോദിക്കലുണ്ട്. പക്ഷെ നമ്മള് പറഞ്ഞു കൊടുക്കാറില്ല. എന്തൊരു എന്നാൽ അപ്പൊ ശരിക്കും കെയർ ചെയ്ത് ഇത് എത്ര നാൾ ഈ ഒരു താടി? ഞാൻ 2017 മുതൽ വളർത്താൻ തുടങ്ങിയത്. 2023 കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, മിസ്റ്റർ ബിയർഡ് കേരള. അപ്പോ കേരളത്തിലെ ഏറ്റവും നല്ല താടിക്കാരനുള്ള ഒരു അവാർഡൊക്കെ ഞാൻ നൈസായിട്ട് മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചെറുതാക്കി, പിന്നെ അത് ലെങ്ത് കൂടും, വീണ്ടും ചെറുതാക്കും, ലെങ്ത് കൂടും, വീണ്ടും ചെറുതാക്കും. തന്നെ പരിപാടി ഇപ്പോ കെട്ടി വെച്ചേക്കാം. ഇപ്പൊ ഏകദേശം ഈ ഒരു ലെവലിക്ക് താഴെ വരെ ഉണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണിയാണ്. അതായത് നിങ്ങളിപ്പോ പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണം, ലിപ്സ്റ്റിക് ഇടണം, ഒരുപാട് പരിപാടികളുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ താടി കുളി കഴിഞ്ഞാൽ ആകെ റഷായിരിക്കും. ഇത് ചീക്കി കോമ്പിട്ട് ഓയിലിട്ട് സെറ്റാക്കി കെട്ടി വെച്ച് ഇറങ്ങുമ്പോഴത്തിന് വീട്ടുകാരൊക്കെ ചിലപ്പോൾ ഇറങ്ങി പരിപാടിക്ക് എത്തേണ്ട കൊടുത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ടാവില്ല. അല്ല ഇന്നല്ലോ ട്രെയിൻ സീറ്റിൽ ഞാനായതുകൊണ്ട് ഈ സമയത്തെങ്കിലും ഇവിടെ എത്തിയത്. ഇവനെ വണ്ടിന്റെ അടിയിൽ വരുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു ഷർട്ട് എടുക്കണം പുതിയത്, ഉസിയാറൊക്കെ പുതിയത് ഇട്ടുണ്ടാവും. അന്ന് ഈ കളർഫുൾ സാധനം ഇറക്കിയില്ല. അപ്പൊ അതേപോലെ ഒരു വെറൈറ്റി പിടിക്കണം പറഞ്ഞിട്ട് നിർത്തിയാണ്ട് എടുത്തൊരു സാധനം. ഓക്കെ, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്കിപ്പോ ഹുസിയാറിന് ഒരു ആഗ്രഹമുണ്ട്, ശരിയാണ്, സിനിമ ചെയ്യണം, ആക്ടിങ് ഇഷ്ടമാണ്. പക്ഷെ അതേ വൈബുള്ള ആളുകൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് കണക്ഷൻ കിട്ടുന്നത്? ഞാനൊരു 7 വർഷമായി വീഡിയോ ചെയ്യണം. അപ്പൊ എനിക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. അപ്പം അന്ന് തൊട്ടേ കൂട്ടുകാരാണുള്ളത്, അവർക്കൊന്നും അറിയില്ലല്ലോ. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതുപോലെ ചെയ്യും. പിന്നെ എക്സ്പീരിയൻസ് ആയി ഇതെങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ഇതുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പോഴും. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ അതിന്റെ മേലെ വരണം എന്നാണ്. അപ്പൊ ഇപ്പം കല്യാണ വീഡിയോക്ക് ശേഷം കോളേജായിട്ട് ചെയ്തു. ഇനി ചെയ്യുമ്പോൾ ഇതിലേറെ സെറ്റ്, ഇതിലേറെ മേലെ വരണം എന്നാണ് നമ്മുടെ പ്ലാൻ തുടങ്ങിയിരിക്കുന്ന സമയമാകുമ്പോൾ സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലും ഇപ്പോ നെക്സ്റ്റ് എന്തായിരിക്കും നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഓഡിയൻസ് എങ്ങനെ എടുക്കുന്നു. അപ്പം വലിയൊരു പ്രൊജക്ട് ഞാൻ എഡിറ്ററിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഓഡിയോൾ അവൻ നോക്കും. ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് ഏത് വീഡിയോ ആയിരുന്നു? അല്ല ഇവരുടെ കൂടെ വന്നിട്ട്? അല്ല ഇവരുടെ കൂടെ ഞാൻ ഫസ്റ്റ് വീഡിയോ ആണ്. പക്ഷെ അതിൽ തന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്, തേടി പിടിച്ചാണ്. ഇവനെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങൾ പരിചയമില്ല. ഇവൻ കോളേജിലൊരു വീഡിയോ ചെയ്തൊരു വിമാനമൊക്കെ പൊട്ടിത്തെറിക്കണ പോലത്തെ ഒരു പരിപാടി. അപ്പൊ എനിക്ക് എന്ത് കണ്ടാലും നല്ലതാണെങ്കിൽ എനിക്ക് അതുപോലെ ചെയ്യണം തോന്നും. എനിക്ക് ഇന്ത്യതായിട്ട് സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യും. അങ്ങനെ ഇവനെ കിട്ടാൻ വേണ്ടി ഇവൻ പഠിക്കുന്ന കോളേജ് അന്വേഷിച്ചു, ആ പേജ് അന്വേഷിച്ചു, ആ പേജിലോട്ട് മെസ്സേജ് ഇട്ടു, ആരാണ് ഇതിന്റെ എഡിറ്റർ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ നമ്പർ ഒന്ന് ഇവനെ വിളിച്ച് നാട്ടുകാരൊന്ന് മനസ്സിലായി, കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ. അങ്ങനെ കിട്ടിയൊരു കമ്പനിയാണ്. അങ്ങനെയൊക്കെ മനസ്സിലായി. ഞാൻ ഇവനോട് അങ്ങോട്ട് ചോദിച്ചതാണ്, എൻ്റെ ഡയറക്ഷനിൽ ഞാൻ വർക്ക് ചെയ്തോട്ടെ. കാരണം എനിക്ക് നല്ലൊരു എഡിറ്റർ, നല്ലൊരു ക്യാമറമാൻ, നല്ലൊരു ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ. അങ്ങനെയാണ് ഈ ബന്ധം കിട്ടിയത്. പക്ഷെ എനിക്ക് 100% ഉറപ്പായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ ടെൻഷൻ്റെ അടുത്ത് ചോദിക്കും, ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ഞാൻ പറയും എനിക്ക് ടെൻഷനില്ല. അതായത് നമുക്ക് വിഷ്വലിൽ എടുക്കാനോ ഇതിനും ടെൻഷനില്ല. ഉള്ള ടെൻഷൻ മൊത്തം ക്രൗഡ് എങ്ങനെ പോകും, ഇവർക്ക് എങ്ങനെ ഫുഡ് കൊടുക്കും, എത്ര സമയത്തിനുള്ളിൽ എങ്ങനെ എടുത്ത് തീർക്കുന്നുണ്ട്. കാരണം നമ്മളെ സെറ്റ് കണ്ട ഒരു സിനിമ സെറ്റ് പോലെ ആയിരുന്നു എന്ന് എല്ലാവരും പറയും. അങ്ങനത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്തു. അപ്പം ഇവൻ ഉണ്ടാവുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ കുറവാണ്. അതായത് ഇപ്പോൾ ഇവൻ എടുക്കുന്ന സീനിൽ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഇവൻ എടുത്തോളും. മനസ്സിലായ അത്രയും കോൺഫിഡൻസ് ഉണ്ട്. 100-ൽ 150% നമുക്ക് ഇട്ടെടുക്കാം. അതാണ് ക്യാമറമാൻ ലല്ലു ആൻഡ് എഡിറ്റർ. അത് മാത്രല്ല, ഞങ്ങള് തലേ ദിവസം ഞാനും റാഷിദ് ഭാവി അവിടെ എത്തുന്നത്. അപ്പൊ ഞങ്ങള് ഏകദേശം ഒരു 9 മണി സമയത്ത് എത്തിയിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് സെറ്റ് ഇട്ട് പോയിട്ടുണ്ട് അവര്. ഇവരെ ഏൽപ്പിച്ച ടീം ഇട്ട് വെച്ച് പോയിട്ടുണ്ട്. പക്ഷെ അത്
ഇവ ഉദ്ദേശിച്ച സാധനത്തിലല്ല കിടക്കുന്നത്. അതായത് റാമ്പ് വാക്കിങ്ങിനൊക്കെ ഒരു ഹാഫ് കട്ട്, അതുപോലെ തന്നെ സ്റ്റേജ്, അതേപോലെ അവര് മുകളിൽ വെച്ച റീലും കാര്യങ്ങളൊക്കെ ഒന്നും കറക്റ്റ് അല്ല. എന്തോ വേണ്ടി ആർക്കോ വേണ്ടി ചെയ്തു വെച്ച പോലെ കിടന്നിരുന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോ ഉസിയാർ പറഞ്ഞു ഇതിപ്പോ നടക്കും തോന്നുന്നില്ല. അതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അതിലേറെ ടെൻഷനായി. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് നിൽക്കുന്ന ആളാണ് ഇപ്പൊ. അപ്പൊ അയക്ക് എക്സ്ട്രാ ടെൻഷൻ കൂടി കയറേണ്ട സിറ്റുവേഷനാണ്. പക്ഷെ ഓരോ കൂടെയുള്ള ക്രൂ ഉണ്ടല്ലോ പൊന്നെ ഒന്നും പറയല്ല. എന്നോടും അവനോടും പറഞ്ഞു നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ, ഞങ്ങളെ റൂമിലേക്ക് ആക്കി. ഞങ്ങൾ രാവിലെ വന്നപ്പോ കാണാം അപ്പോഴും ഉണ്ട് ഉസിയാർ അവിടെ. അത് ഈ സാധനം കഴിയുന്നത് വരെ എപ്പോ ഞാൻ വൈകുന്നേരം കണ്ട സമയം മുതലുള്ള അതേ ഉസിയാറാണ് വൈകുന്നേരം വരെ കണ്ട്. അത്ര എനർജറ്റിക് ആയിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. എന്നെ കൊണ്ടൊന്നും കഴിയൂല കേട്ടോ, അങ്ങനെ ഉള്ളത് പറയാലോ. എന്നെ കൊണ്ട് കഴിയുന്ന സൂപ്പറായിട്ട് അഭിനയിക്കുന്നുണ്ട്, അത് നമ്മൾ കണ്ടു സ്ക്രീനില്. പക്ഷെ ആ താടിക്ക് അവാർഡ് വാങ്ങിയായിരുന്നേ. ഓക്കെ ഓക്കെ. അപ്പൊ ഹുസിയാറാണ് ഇപ്പൊ ഇതിന്റെ ഒരു മെയിൻ പില്ലർ എന്ന് പറയുന്നത് അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ ഇവരുടെ ഒരു ടീമിൽ? എത്ര നാളായി ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട്? എത്ര വീഡിയോസ് ചെയ്തു? ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 മാസമായിട്ടുള്ളൂ. പിന്നെ വീഡിയോ കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. എത്ര ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചെയ്യില്ല, കുറച്ച് വീഡിയോ. അപ്പൊ സെറ്റ് ഇട്ട വീഡിയോയില് ഫസ്റ്റ് ടൈമാണ് ഇവരുടെ കൂടെ നിൽക്കണേ. പിന്നെ ഇവന്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ എന്താണുള്ളത് എനിക്ക് മനസ്സിലായത്. ആ ഒരു രീതിയിൽ പോണ്. പുള്ളിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പരിപാടി ഓണായ സമയം തൊട്ട് നമുക്ക് അറിയാലോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ പോകില്ലല്ലോ. അപ്പം ഞങ്ങളിതിൽ കുറച്ച് ടെക്നിക്കലായിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ട്. ഇത് ബിയർ ബോട്ടിലോട്ട് തലടിച്ച് പൊട്ടിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെന്നൈയിൽ നിന്നാണ് വരുത്തിക്കുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിച്ചട്ടി ഇതൊക്കെ ഡെമ്മിയ, അതിനു വേണ്ടി മാത്രം നമുക്ക് 13 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പം ഈ 2 ബോട്ടിൽ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വരുത്തിച്ചപ്പോൾ ഒരു ബോട്ടിൽ 2,200. അതുകൂടെ എത്തിയപ്പോൾ പൊട്ടിപ്പോയി. ടിപ്പു സുൽത്താൻ ട്രാവൽസിനെ കൊച്ചിയിൽ വന്നു. അപ്പം 5 രൂപക്ക് നഷ്ടമായി. പിന്നെയുള്ള 4 ബോട്ടിൽ കോയമ്പത്തൂരാണുള്ളത്, അത് വാങ്ങണം. അപ്പം ഇങ്ങോട്ട് വിട്ട് അത് പൊട്ടുന്നുള്ളതുകൊണ്ട് രാത്രി ഇവനെ ട്രെയിൻ കയറ്റി വിട്ടു. ഇവരാണ് വാങ്ങിക്കൊടുക്കുന്നത് കോയമ്പത്തൂർ പോയിട്ട്. റിസ്ക് ഒന്ന്. രണ്ടാമത്തെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിച്ചട്ടിയും കാര്യങ്ങളും പിന്നെ സിമെന്റിന്റെ ആ സാധനമൊക്കെ ആ ശവലൊക്കെ അത് കൊച്ചിയിലാന്ന് വിചാരിച്ച് ഞാൻ കൊച്ചിക്ക് ഒരുത്തനെ വിട്ടു. കൊച്ചിയിലാണ് ഇത് ഉണ്ടാക്കുക. പക്ഷെ ഉച്ചക്ക് ഇന്ന് രാത്രി ഷൂട്ടാ, നാളെ രാത്രി ഷൂട്ടാ, ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത്. അപ്പം എന്താ പറയാ, കൊച്ചിയിൽ പോയിട്ട് എടുത്തപ്പോൾ അവർ വന്ന് തലശ്ശേരിയാണ്. അപ്പോൾ മാറിപ്പോയി, ഇനി വാങ്ങണമെങ്കിൽ തലശ്ശേരിയിലാണ്. അപ്പൊ എന്റെ കൂട്ടുകാരൻ അശ്വിന്ന് ഒരുത്തുണ്ട്, അവനെ തലശ്ശേരിക്ക് കാരണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഓൾ ഇൻ ഓൾ ഒരുപാട് ആൾക്കാരെ കൈയുണ്ട് ഇതിന്. കാണുമ്പോൾ വീഡിയോയിൽ ഞാൻ ഹീറോ, പക്ഷെ ഇന്ന ഹീറോ ആക്കാൻ ബാക്കിൽ ഒരുപാട് ഹീറോകളുണ്ട്. എങ്ങനെയുണ്ട് റാഷിദ് അലി ബാവ? നല്ല മൈക്കുണ്ട്, പ്രശ്നമില്ല. മൈക്കുണ്ടോ? അടിപൊളിയായിരുന്നു. ഞങ്ങക്ക് നേരത്തെ അറിയാട്ടോ, അതാട്ടോ കുറച്ച് ജാടക്കെട്ട് എനിക്ക് ചാടുന്നില്ല, പറടാ. അടിപൊളിയായിരുന്നു. കാരണം ഞാൻ കാണുന്ന റാഷിദ് അലി ബാവ എല്ലാം നിങ്ങളുടെ കൂടെ റീൽസിന്റെ ഒരു ഫുള്ള് മാസം ഞാൻ നോക്കുമ്പോ ഇവൻ എങ്ങനെ, എനിക്ക് അറിയണം എങ്ങനെയാണ് ഇവൻ ഷോട്ട് എടുത്താണ്. ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്ന റാഷിദ് അലി ബാവ. ഒരു സീന് ഇപ്പൊ മുമ്പിൽ എനിക്ക് കണ്ട ചിരിയൊക്കെ വരും. ഇത് മേറൊക്കെ മുമ്പിൽ മുഖത്ത് പോയി ഇങ്ങനെ കളിക്കുക. പിന്നെ അല്ല, ഈ സ്ലോ മോഷൻ നടത്തൊക്കെ എങ്ങനെയാ പറയാ? ആണല്ലേ, എനിക്ക് അപ്പോഴേ തോന്നി. അതൊക്കെ തന്നെ. പിന്നെ എനിക്ക് കഴിവുണ്ട്. ഞാൻ എല്ലാതൊന്നും പുറത്തേക്ക് എടുത്തില്ലല്ലോ, കുറച്ചൊക്കെ എടുത്തിട്ട് എനിക്ക് ഇതിലേറെ കഴിവ് നല്ലോണം ഉണ്ട്. ഞാൻ അടുത്ത പാർട്ട് 2 ഉണ്ട് ഇതിന്റെ, അതിലെടുക്കാന്ന് കരുതിയിട്ട്. അത് ഇതിലും അപ്പുറത്തുള്ളൊരു സാധനം ആണല്ലേ. പക്ഷെ കുറ്റം പറയരുതല്ലോ, അടിപൊളിയായിട്ട് റാഷിദ് അലി ചെയ്യുന്നുണ്ട്. കാരണം നമ്മള് കാണുന്ന ഒരു റാഷിദ് അലി അല്ല നിങ്ങളുടെ കൂടെ ആ വീഡിയോസിൽ കാണുമ്പോ. അപ്പൊ അതിന്റെ ഒരു ചേഞ്ച് നല്ലോണം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ആണ്. കാരണം അങ്ങനെയുള്ളവൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു ചിരിക്കത്. ഞാന് പല ടേക്കും പോകുമ്പോ ഉസിയാർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും, ഇവിടെ ഒരു ചിരി കാണുന്നുണ്ട്, അത് വേണ്ട, ഓക്കെ, പിന്നെ അടുത്തത് വരും, അങ്ങനെ ചെയ്തു ഓക്കെ. കാരണം എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളാ. അപ്പൊ എങ്ങനെയാ ചിരിക്കാതെ പിടിച്ചു നിന്നേ? ഏറ്റവും കൂടുതൽ എത്ര ടേക്ക് പോയിട്ടുണ്ടോ? അതിന്റെ ക്യാമറമാൻ എത്ര വലിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് അത്ര ടേക്ക് വന്നില്ല. അവന്റെ ഒരൊറ്റ ഡയലോഗ് മാത്രം നമ്മള് അങ്ങനെയാണെങ്കിൽ കോളേജിലുള്ള ഒരുത്തനും ഒന്ന് പറയാ ഡയലോഗ് പ്ലീസ്.
അങ്ങനെയാണ് ഈ കോളേജിൽ ഒരുത്തിന് വിട്ടുണ്ടാക്കേണ്ടത്. അതൊക്കെ അപ്പോഴാണ് ആ ഒരു ഫീലില് പറ്റും. ഇപ്പൊ വരുമൊന്നുമില്ല, അത് അതൊക്കെ മറന്നു. ഇല്ല, ഞങ്ങൾ പാർട്ട് 2 ന് വേണ്ടി എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. നാണം കെടുത്തരുത് കേട്ടോ അവരെ. പറ എന്താ പറയട്ടെ. പറ. അങ്ങനെയാണെങ്കിൽ അതേമാതിരി ടേക്ക് പോയി ഒരു വട്ടം കൂടെ ഹുസൈനോട് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഈ കോളേജിൽ ഒരുത്തിന് വിട്ടുണ്ടാക്കേണ്ടടി. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങളെ എല്ലാവർക്കും കൂടി ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞു ടാസ്ക് തരാം. ഒന്നുമില്ല, ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു ടാഗ് ലൈൻ പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ ആദ്യം ആരെയാണ് ഓർമ്മ വരുന്നത് അവരുടെ പേര് പറഞ്ഞാൽ മതി. ആൻഡ് റീസണും കൂടെ പറയണേ. തുടങ്ങാം. ഓക്കെ, ഇതൊരു ഫ്രണ്ട്ലി ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഏറ്റവും വലിയ കോഴി. അല്ല എല്ലാതും എനിക്കെല്ലാം കണ്ടിട്ടാ കൊടുത്തു. ഏറ്റവും കൂടുതൽ മണ്ടത്തരം ചെയ്യുന്നത്. എന്തിനാടാ ക്രെഡിറ്റ് വേണ്ട, എന്തെങ്കിലും നിർത്തോളി. എന്താ അങ്ങനെ വാവ ചെയ്തൊരു മണ്ടത്തരം എന്താ? അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഓൻ ചെയ്യണൊക്കെ മണ്ടത്തരല്ലേ. സത്യം, ഞാൻ നല്ല സംഭവം ചെയ്യണത്, അത് മണ്ടത്തരായി. അതിനോട് ഞാൻ യോജിക്കുന്നു. ഏറ്റവും ലോലൻ ഒരു അതും ഞാൻ തന്നെ. അതെനിക്ക് തോന്നുന്നു. മിണ്ടുന്നില്ല നിങ്ങൾ രണ്ടുപേരും. ആക്റ്റീവ് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. എന്താ ലോലൻ എന്ന് പറഞ്ഞേ? ആളൊരു പുള്ളി ഭയങ്കര സൈലന്റ് ആണ്, പക്ഷെ നല്ല കഴിവുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും വലിയ തേപ്പ് കിട്ടിയത് ആർക്കാ? അത് ഗണേഷ്. ആര്? മങ്കിമാൻ എന്നാണ് അറിയപ്പെടുന്നത്. മങ്കിയോ? മങ്കിമാൻ. അതെന്താ? ഇൻസ്റ്റഗ്രാം ഐ ഡിക്ക് അങ്ങനെയാണ്. ഓക്കെ, എന്താ അങ്ങനെ ഒരു പേരിട്ടത്? മങ്കിമാൻ മൂവി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മങ്കിമാൻ എന്താണെന്നുള്ളത്. പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ ആ ആളെ ഇൻസ്പയർ ആയിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ തപ്പിക്കഴിഞ്ഞാൽ ആകെ 2-3 ഐഡിയ ഉണ്ടാവുള്ളൂ മങ്കിമാൻ. അതിൽ മങ്കിമാൻ ഞാനാണ്. ഓക്കെ, അതല്ല നമ്മുടെ ചോദ്യം തേപ്പായിരുന്നു. സത്യം പറ, അങ്ങനെ ഇട്ട പേരല്ലേ? ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക്. അങ്ങനല്ല, തേപ്പ് കിട്ടാൻ കാരണം വെച്ചാൽ സ്വാഭാവികം എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെ എനിക്കും കിട്ടി. പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ആ ഒരു വേറെ ഒരു എന്താ പറയാ ഗേൾസിലെ അല്ല അങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഒരു പെണ്ണില്ല. അങ്ങനല്ല, അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. ലൈഫിൽ എന്തെങ്കിലും ആയി തീർന്നതിന് ശേഷം ഒരു പെണ്ണ് കെട്ടുക, ആ ഒരു ഇതിലെ ഞാൻ നിന്നുള്ളൂ. ഞാൻ റീല് കൂടെ ഇവന്റെ കൂടെ കയറിയതിനു ശേഷമാണ് ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എന്താ മനസ്സിലായേ? കാരണം ഞാൻ ഈ റീൽസ് ഇവന്റെ കൂടെ വന്നതിന് ശേഷം റീൽ ചെയ്ത് തുടങ്ങിയത്. അതിന് മുന്നേ ഡാൻസർ ആയിരുന്നു. കുറെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ്, വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷേ ടേപ്പ് കിട്ടിയതിനു ശേഷം ഡാൻസ് പതിയെ സ്റ്റോപ്പായി. കുറച്ചു കാലം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ കുറെയൊക്കെ ഒന്ന് മാറി റെഡിയായി. പിന്നെ ഇവിടെ കറങ്ങി തിരിഞ്ഞ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഉസിയാറിനെ കാണുന്നത്. ഉസിയാറിനെ കണ്ട് കമ്പനിയായി, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലായപ്പോൾ പിന്നെ അവൻ തന്നെ പതുക്കെ നമ്മൾ ഓരോ വീഡിയോയിലൊക്കെ വിളിക്കൽ തുടങ്ങി. പിന്നെ ഞാൻ പതുക്കെ എന്നെ തന്നെ മാറ്റിയെടുക്കും. എനിക്ക് മനസ്സിലായി എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ട്. പെണ്ണിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ എന്താണോ നമുക്ക് വേണ്ടി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാം. അങ്ങനെ വിചാരിക്കുന്ന വ്യക്തിയായി മാറി ഞാൻ. അതാണ് ഗേൾസിന് അങ്ങനെ ഇതാക്കി പറയില്ല. ഗേൾസ് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ചളി അടിക്കുന്നത് കൂട്ടത്തില് ചോദിച്ചാലും വാവ. ഇനി വാവ എന്നുള്ള ഉത്തരം പറയാൻ പാടില്ല. വാവ അല്ലെങ്കിലും ചളിയാ, വാ തുറന്നാ ചളിയാ, തലക്കുള്ളിലും ചളിയാ, മൊത്തം ചളിയാ. ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്നതാരാ?
വൻ ക്രിയേറ്റീവ് ആണ് അത്യാവശ്യം കൊണ്ടല്ലുണ്ട്, ഗണേശ് കൊണ്ടല്ലുണ്ട്, എല്ലാരും എല്ലാരും കോർഡിനേഷൻ ആയിട്ട് കൊണ്ടല്ലുണ്ട്. ആ. ഷുസിയാണ് അധികം നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളൊരു ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ ഇങ്ങനെ ഇരുന്ന് നോക്കണ്ട, ആ. ഇവന് സംഭവമാണ്. അടിപൊളിയാ. അത് ദിവസങ്ങളിൽ അറിയാം. ഞാൻ അങ്ങോട്ട് തേടി അങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പം അതാ വെറുതെ ആയില്ലല്ലേ അത്? ഇവനൊരു വീഡിയോ ഉണ്ട്, ആ. ഞാൻ ഇവന്റെ ഫാനാണ്. കാരണം ഇവന് അത്രയും ചെയ്തു വെച്ചിരിക്കുന്നു. ആ. എത്ര ചെയ്യാൻ പറ്റും ഫൈനലി, അത്രയും ഞാൻ അതിന്റെ അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ആ. അത്രയും ലെവലിൽ ചെയ്തു വെച്ചിരുന്നു. അത് ഏത് വീഡിയോയാ? ഒരു പ്ലെയിൻ ക്രാഷ് കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ആ. ഒരു വിമാനാപകടത്തിൽ പെടുന്ന ഒരു സാധനം നമ്മളെ എയർ ഇന്ത്യ. അല്ല പക്ഷെ അതാണ് ഈ ടിസ്റ്റ്. അതെ അതെ എന്താ ബെസ്റ്റ്? ലാസ്റ്റ് ആണ് ഈ ഒരു ക്രാഷ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ. ഒരു ഫീൽ ഗുഡിൽ വന്നിട്ടൊരു ഇതിലോട്ട് കയറിയ ഒരു സംഭവം. അന്ന് തൊട്ടിട്ട് എനിക്ക് ഇവനെ ഭയങ്കര പ്രഷർ, ഇവനെ കിട്ടണം എന്നുള്ള രീതിയിൽ അങ്ങനെ കിട്ടി. പിന്നെ നമുക്ക് ഓക്കെയാണ്, മെയിനായി പരിപാടി ഓക്കെയാണ് ഒരു മാണിക്യ കല്ലാണ് ഇരിക്കുന്നത്. അയ്യടാ. തിളങ്ങാണ്ട് കൂടുതൽ ഞങ്ങളെല്ലാരും സിനിമ ആഗ്രഹിച്ചിട്ട് വരുന്ന കുറച്ച് ചെക്കന്മാരാണല്ലേ. ഞാൻ കഷ്ടപ്പെട്ട് ഒരു റൊമാൻസ് എന്ന് പറഞ്ഞ പടത്തിൽ 2 ഡയലോഗ് കിട്ടി. ആ. അതിനുശേഷം വായ 2 കയറി. ഇനിയിപ്പോ ഈ വെള്ളിയാഴ്ച ഒരു പടം വരാണ്ട്, ഇതെന്ന് പറഞ്ഞിട്ട് ഷെയ്നികത്തിന്റെ അതിൽ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ കേറിയിട്ടുണ്ട്, ഇവരൊക്കെ കേറണം. എല്ലാരും കേറട്ടെ. ഇപ്പൊ നിങ്ങളുടെ കാലല്ലേ, ഫുൾ ക്രിയേറ്റേഴ്സ് അല്ലേ കൂടുതലും സിനിമയിലേക്ക് വരുന്നത്. ഉടനെ തന്നെ നിങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്ലോപ്പ് ഐഡിയ കൊണ്ടിരുന്നാരാ? ഫ്ലോപ്പ് വേണ്ട, എനിക്ക് വേണ്ടത് അതുകൊണ്ട് അങ്ങനെ വലിയ പ്രൊജക്ട് ആയിരിക്കും ചിന്തിക്കുക. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അതാ മുല്ലപ്പൂമ്പൊടി. നമ്മളിപ്പോ വന്നുകൊടുക്കുന്ന സമയത്ത് തന്നെ വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിക്കണം. അത് കത്തിക്കണം, ഇത് കത്തിക്കണം, ഭയങ്കര നമ്മള് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ചാണല്ലോ നമ്മുടെ സ്വഭാവം മാറിപ്പോവാ. ഇവന്റെ ഒപ്പം കൂടി ശേഷം നമ്മളും ചിന്തിക്കണം അതേപോലെയാണ്. വലിയ വലിയ പ്രൊജക്ടുകള് അങ്ങനെ ഫ്ലോപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ അതിനെ ഇപ്പൊ ഒരാൾ കൊണ്ടുവരാണെങ്കിൽ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്യും. ഇപ്പൊ ഇതട്ട് അങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി നിന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡിസ്കഷനിലൂടെയാണ് അതില് ഓക്കെ, അടിപൊളി. ഈ സിനിമയുടെ എക്സ്പീരിയൻസ് ഒന്നല്ല, ഞാൻ അത് ചോദിക്കാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കിയിരിക്കുകയായിരുന്നു. പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിലേക്ക് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കാരണം ഇത്രയും നാള് സിനിമ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഫൈനലി നമ്മളിപ്പോ 2 ഡയലോഗ് ആണെങ്കിലും 2 സീൻ ആണെങ്കിലും ഫിലിമാണ്, തിയേറ്ററിൽ നമ്മൾ കാണുന്നുണ്ട്. അത് തന്നെ ഒരു വല്ലാത്തൊരു മൊമെന്റ് അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? അത് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്, എനിക്ക് ഇതുവരെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും ഫേവറേറ്റ് വാലന്റൈൻസ് ഡേ ആയിരിക്കും. അത് അന്നാണ് പടം ഇറങ്ങിയത്, അതുകൊണ്ട് മാത്രമാണ് റൊമാൻസ്. അപ്പൊ ഞാൻ ഒരുപാട് ചാൻസ് ചോദിച്ചിട്ട് എല്ലാവരും വിളിക്കാന്ന് പറയും. പക്ഷെ നമ്മളെ ഡയറക്ടർ അരുൺ ടിജോ സാറാണ് പിന്നെ വിളിച്ചത്. കുറേ കഷ്ടപ്പെട്ട് ആ സീൻ കിട്ടി. അപ്പൊ അന്നാ പടം ഇറങ്ങിയപ്പോൾ ഞാൻ നാട്ടിലൊരു ക്രിസ്റ്റഫർ നോളൻ ആയിരുന്നു. കാരണം 2 ഡയലോഗേ ഉള്ളൂ. പക്ഷെ ഞാനത് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. സിനിമയിൽ എത്തിയെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, ഈ പടത്തിൽ കട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി എന്നൊരു സിനിമയെ കാണിക്കുന്നത്. അത് 3 മില്യൺ വ്യൂസ് ആയി. എല്ലാവരും കമന്റ് ഇട്ട്, അജ്മൽ ഖാനൊക്കെ കമന്റ് ഇട്ടിരുന്നു ആ വീഡിയോയില്. എല്ലാ സിനിമാക്കാരും കമന്റ് ഇട്ടു. പിന്നെ അതിനുശേഷം വായ നമുക്ക് അറിഞ്ഞല്ലോ, നമ്മൾ സ്ക്രീനിൽ കണ്ടല്ലോ. വായനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് പോണത്. അതിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. ദൃഢത്തിലും അതെ, ഇനി വരണം, ഇനി നല്ല നല്ല വേഷങ്ങൾ കിട്ടണം, നല്ല നല്ല രീതി വരണം. അത്രേ ഉള്ളൂ. എന്തായാലും കിട്ടും. അതെ. എങ്ങനെയുണ്ടായി വാഴ 2? വായ 2 കൂടല്ലേ അത് വേറെ. കാരണം എന്താണ് വന്ന് തൂക്കി മലയാളം, അതായത് മലയാളം കടന്ന് അതെ 200 ഒക്കെ കഴിഞ്ഞ് പോയി എവിടൊക്കെ പോകുന്നേ. കാരണം ഇത്രയും വലിയൊരു സിനിമയുടെ പാർട്ടാ, അതിന്റെ ഒരു ജാട പോലും ഇല്ല. ഹുസൈനാർ ഇത്ര സിമ്പിളാണോ? വാഴയുടെ വിശേഷം എന്താ? വാഴയുടെ വിശേഷം എന്താണ് അറിയേണ്ടത്? എങ്ങനെ ഉണ്ടായിരുന്നു വാഴ? പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വലിയ ഹിറ്റ് ആവുന്നു? അത് നമുക്ക് സത്യം പറഞ്ഞു ഇത്രയും ഹിറ്റ് ആവുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ നല്ല പടമാവും അറിയാം. കാരണം ഒന്നാമത് വിപിൻ സാറ് റൈറ്റർ, നമ്മൾ കണ്ടതല്ലേ പടം പുള്ളി. പിന്നെ സവീൻ സാറ് ഫസ്റ്റ് പടമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു സിനിമ സെറ്റ് ആണെന്നുള്ള വൈബല്ല, എല്ലാവരും ഭയങ്കര ഉള്ള ഒരു വൈബ്. നമ്മൾ അതിനെ എൻജോയ് ചെയ്തിട്ടാണ് നിന്നത്. എനിക്ക് തന്നെ ഒരുപാട് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, 2-3 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഓക്കെ. ഈ സക്സസ്, അതായത് വാഴ സക്സസ് ആയി ഇപ്പോ അതില്, കാരണം അതിലെ എല്ലാ സീൻസ് എനിക്ക് തോന്നുന്നു തിയേറ്ററില് ട്രെയിലർ ഇറങ്ങുമ്പോൾ മുതൽ ഈ അതിന്റെ ഓരോ സീൻസും ഭയങ്കര, ഏറ്റവും കൂടുതൽ ആളുകൾ വാഴ കൊണ്ട് കുറെ മുതലാക്കിയിട്ടുണ്ട്. എനിക്ക് വീഡിയോസിൽ കുറെ മില്യൺസ് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് വാഴയുടെ ചെയ്യുമ്പോൾ. അപ്പൊ ഏറ്റവും ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയ ഒരു സിനിമയും കൂടിയാണ് വാഴ. അതിലൊരു ഫേവറേറ്റ് സീൻ ഏതാ മൊത്തം സിനിമയില്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് സീനായിരുന്നു ലാസ്റ്റിൽ വന്നൊരു പറഞ്ഞില്ലേ, കൂടെ ഉള്ളവരൊക്കെ പോവും. ആ ഒരു സാധനം ഭയങ്കരമായിട്ട് കൊണ്ടൊരു സാധനമാണ്, അനുഭവമാണ്.
പിന്നെ ആ സീന് ഭയങ്കര ലൈക്കായ സീനാണ് അതന്നെ. അതല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ഭയങ്കര കണക്ട് ആവും. നമ്മൾ കൂടെ ഉണ്ടാവും വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ മോശം സമയത്ത് ഉണ്ടാവാത്ത അല്ലേ റാഷിദ്? കറക്റ്റ് അല്ലേ? ഓക്കെ. അതിനുശേഷം ഇപ്പൊ ദൃഢം ആ സമയത്ത് തന്നെ ചെയ്തതാ. ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലോട്ട് പോയി. അപ്പൊ ഞാനും വിചാരിച്ചു ഞാൻ ദൃഢത്തിൽ എന്താ ചെയ്തേക്കുന്നത്? ചെറുതായിട്ട് ദൃഢത്തില് കുറച്ച് പരിപാടിയുള്ളൂ, ഇപ്പൊ പറയണില്ല. അല്ല, ഒരു നോർമൽ പടം തുടങ്ങുമ്പോ ഞാൻ ഉണ്ടാവും. ഒരു ഷെയ്ൻ ഖാനൊക്കെ കുറച്ച് ഡയലോഗ് പരിപാടി ആയിട്ട് ചെറിയൊരു പരിപാടി നമ്മൾ തുടക്കല്ലേ, ചെറുതായിട്ട് ഇങ്ങനെ പോവാം. മതി, ചെറുതിനാണല്ലോ ആൾക്കാര് മറ്റലേക്ക് പോകുന്നത്. നമ്മള് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മള് ഹൈറ്റ്സിലെത്തും. അതാണ് അതിന്റെ ഒരു ഇത്. ഞാൻ ചോദിക്കാന്ന് വെച്ചാല് നമ്മുടെ 2018 ചെയ്ത സമയത്തെ അതില് സിനിമയാണെങ്കിലും ഒരു വെള്ളപ്പൊക്കം റിലേറ്റഡ് പടമാണ്. ഇപ്പൊ നിങ്ങളുടെ വീഡിയോസിലാണെങ്കിലും ഫുൾ ടൈം വെള്ളത്തിലല്ലേ നിൽക്കുന്നത്. അതിന്റെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതിനുശേഷം തുമ്മല്, പനി, ജലദോഷം അതൊക്കെ വന്നായിരുന്നു? അന്ന് തൊട്ടേ കൂടെ ഉള്ളവരാണ് ഇവനും ഇവനൊക്കെ. അന്ന് തൊട്ടേ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് വർഷത്തെ കമ്പനിയാണ്, ഷുഹൈബ് ജിഷ്ണു ഞങ്ങളൊക്കെ. അതാണ് ഏറ്റവും റിസ്ക് എടുത്ത് യൂട്ട് ചെയ്ത സാധനം. ഇന്നും അതന്നെയാണ് റിസ്ക് എടുത്തതിൽ റിസ്ക്. അറിയാത്ത പ്രായത്തിൽ ചെയ്തതല്ലേ, അതാണ്. ഓക്കെ. എന്നാലും അതിനുശേഷം അതായത് ഷൂട്ടൊക്കെ എത്ര ദിവസം ഉണ്ടായിരുന്നു അതിന്റെ ഷൂട്ട്? 2 ദിവസം, 2 രാത്രി. അതായത് 2 രാത്രി ഫുൾ നിങ്ങൾ കൂടുതലും വെള്ളത്തിലായിരുന്നല്ലോ. പൈപ്പൊക്കെ വെച്ച് അടിച്ചതാണ്. ഞാനിത് ജൂനിയർ ആർട്ടിസ്റ്റായി പോയി കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. അവര് ലോറിയിലാണ് അടിക്കുന്നത്, നമുക്കൊരു ഗുഡ്സ് എടുത്തിട്ട് മോട്ടർ വെച്ച് അടിച്ചുകൂടെ, അതിൽ ക്യാന വെച്ചിട്ട്. ഞാൻ ഈ കഥ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമാണ്, ഇങ്ങനെ കൂട്ടുകാരി ഇതൊക്കെ എങ്ങനെയാ ഞങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് സാധനമാണ്. ഞാൻ എനിക്കും പേടിയാണ് നിൽക്കുന്ന പറഞ്ഞു. അങ്ങനെ ചെയ്തൊരു സാധനം. പക്ഷെ അന്നൊക്കെ 300 ഫോളോവേഴ്സ് ഉള്ളൂ. നമുക്ക് 1 മില്യൺ ഇല്ല. എല്ലാവരും പോലെ വ്യൂസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ഫസ്റ്റ് 1 മില്യൺ. അത് അടിച്ചതൊരു അടിയായിരുന്നു. അജു വർഗീസ് സാറ് സ്റ്റോറി ഇട്ടിരുന്നു, ജൂഡാന്റണി സാറ് സ്റ്റോറി ഇട്ടിരുന്നു, കുറെ ആൾക്കാർ കമന്റ്സ് ഇട്ടിരുന്നു. അങ്ങനെ ഒരുപാട് വൈറലായ ഒരു സാധനമാണ്. അതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അത് ആലോചിക്കുമ്പോൾ ടെൻഷനാണ്. വൺ പരിപാടി ഒന്നും അറിയാത്തൊരു സംഭവത്തിൽ വന്നിട്ട് പടം ഇങ്ങനെ കണ്ടു ഞാൻ. അപ്പൊ ഞാൻ ഏത് പടം കാണാൻ പോയാലും ഞാൻ പണ്ട് തൊട്ടേ ചെയ്യുന്ന സാധനം, സിനിമ എഴുതി തുടങ്ങൂലേ, അപ്പൊ ഞാൻ വീഡിയോ എടുക്കും. പണ്ടിട്ട് ഇപ്പോഴും ഇല്ല. വീഡിയോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, അതിൽ എഴുതി കാണിക്കുന്ന എല്ലാ പേരും ഞാൻ ഇതിലുണ്ടാവും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ നോട്ടിൽ എഴുതി വെക്കും. എന്നിട്ട് ഇതിൽ ഉള്ള പേര് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ മസ്താനി ആരാന്ന് എനിക്കറിയില്ല. ക്യാമറയുടെ ബാക്കിൽ ചിലപ്പോൾ ട്രെയിലർ കട്ട് അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് അത് ഞാൻ ഗൂഗിളിൽ ചെയ്യും. ഈ പേര് ഗൂഗിളിൽ ഉണ്ടെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാം വഴി എടുക്കും, മെസ്സേജും ചാൻസ് ചോദിക്കും. ഇതിന്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് പ്രൈമറി ജനറൽ അല്ലേ, ഇതിന്റെ ജനറൽ മൊത്തം സിനിമാക്കാരാണ്. റീപ്ലൈ തന്നവരുണ്ട്, റീപ്ലൈ തരാത്തവരുണ്ട്. റീപ്ലൈ തന്നിട്ട് ഞാൻ എനിക്കിപ്പോൾ ബ്രോമൻസിൽ ചാൻസ് കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ്. ഞാനൊരു ഡയറക്ടർ ഉണ്ട്, ഷഹദ് എന്ന് പറഞ്ഞിട്ട്, എപ്പോഴും വിളിച്ചു പറപ്പിക്കും. അങ്ങനെ ഷാദുഖാനോടാണ് ഈ എന്നെ കാണാൻ വന്നിട്ട് വലിയ പ്രയോജനം ഇല്ല, എന്നാൽ നമുക്കൊരു കമ്പനി ആവുന്നൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കാൻ ഷാദുഖാനെ കാണാൻ പോയി. എറണാകുളം കലൂരാണ്. എറണാകുളം വന്നു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ജാസിറാണ്. ജാസിർ ക്ലിക്സ് കണ്ടന്റ് ക്രിയേറ്റർ. ഒരുപാട് ഹെൽപ്പ് കിട്ടിയിരുന്നു, പൈസ കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും. അപ്പൊ ഈ അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പറയില്ല, നമുക്ക് ഭാഗ്യം പഠിച്ചോനെ നീ തരികയെന്ന് പറയില്ലേ. ഷാദുഖാനെ കണ്ട് സംസാരിച്ച് എൻ്റെ കണ്ണിലൊക്കെ വെള്ളമാണ്. ഞാനിങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. എനിക്കൊരു ഐഡിയ ഇല്ലാത്ത സമയത്തുണ്ട് ഒരു കാർ വന്ന് നിർത്തി. അപ്പൊ അതിന് മാത്യു തോമസും അരുൺ ഡിജോ സാറും ഇറങ്ങി. അപ്പൊ അരുൺ ഡിജോ സാർ ഇന്നെ കണ്ടപ്പോൾ ഇവനെ ഉള്ളൂ കണ്ടിട്ടില്ല, എനിക്ക് തന്നെയാണ് പണി. അപ്പൊ പുള്ളിനെ ഞാൻ വെറുപ്പിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞോട് പറഞ്ഞു, ഈ വിളിക്കരുത്, നമ്പർ എഴുതി വെച്ചു, ഞാൻ തരാന്ന് പറഞ്ഞു. പിന്നെ എന്റെ വിളിക്കുന്ന ഒരു വാഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രോമൻസ് കിട്ടി. എന്റെ സിനിമയിൽ കൊടുക്കുന്ന ആരാന്ന് വെച്ചാൽ അരുൺ ഡിജോ സാർ. ഞാൻ വായ ഇറങ്ങിയപ്പോ ഞാൻ ഫസ്റ്റ് വിളിച്ചത് അരുൺ ഡിജോ സാറിനാണ്. നിങ്ങൾ തന്ന ചാൻസ് ആണ്, ഞാൻ 2 പടം ആയിട്ടാ പറഞ്ഞു. അങ്ങനെ ഓക്കെ. അപ്പൊ 2018 മൂവി ഇങ്ങനെ കണ്ടപ്പോ ഒരു ഐഡിയ വന്നു, ഇങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചാലോ എന്ന്. അന്നത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ ഇന്നതൊന്നും ഉണ്ടാവില്ല. അതിന്റെ വിജയത്തിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടിയല്ലോ. അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. കടലില് അവിടെ ഷൂട്ടുണ്ട് കടപ്പുറത്ത്. അപ്പൊ കടപ്പുറത്ത് നമുക്ക് അങ്ങനെ ലൈറ്റ് ഒന്നും വലിക്കാൻ ഭയങ്കര പാടല്ലേ. ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ലൈറ്റ് ഒക്കെ വലിച്ചത്. നമ്മള് നല്ല റിസ്ക് എടുത്തിരുന്നു. അതന്നെ നല്ല റിസ്ക് ആണ്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല റിസ്ക് ആണ്. ഒരുപാട് സംഗതികളുടെ ഇത് വേണം. പക്ഷെ ഈ കടലും നമ്മുടെ വീട് ഒരുപാട് ഇതുണ്ട്. അതാണ് പറയുന്നത്, വയറ് വലിക്കാനും അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ വെള്ളം, വാട്ടർ, അങ്ങനെ ഭയങ്കര പേടിച്ച് കാല് വരണം. അന്നും കൂടെ ഉള്ളവരാണ് ഈ ജിഷ്ണു, ഷുഹൈബ്, തെൻസി, അസീബ്, ക്യാമറന്റെ ബാക്കിലുള്ളത് അവന് ഇവനൊക്കെ. അവരൊക്കെ വെള്ളം അടിക്കാൻ എന്താണെങ്കിലും നമുക്ക് കൂടെ നിന്ന് വരും. അങ്ങനെ എടുത്ത് സാധനം കയറി കോൺഫിഡൻസ് ആയില്ലേ. ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വന്നത് ഏത് വീഡിയോ ചെയ്തപ്പോഴാണ്? ഈ വീഡിയോ 25,000 രൂപ മൊത്തം. കല്യാണ വീഡിയോ 13,000 രൂപ. പിന്നെ കുറെ വീഡിയോ ഉണ്ട്, പറഞ്ഞാൽ മനസ്സിലാവില്ല. 5 വെട്ടൊക്കെ ആയിട്ട് ചെയ്ത് വൈറലായിട്ടൊന്നുമില്ല. 1 മില്യൺ വ്യൂസ് ഒക്കെ ഇങ്ങനെ. പിന്നെ 2018 അന്ന് 5,000. പണ്ട് മുതലേ എന്താ വെച്ചാൽ അവിടെ പല കണ്ടന്റ് ചെയ്യുന്നുണ്ട്, ഫ്രീ 0 ബഡ്ജറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഇതെന്താ വെച്ചാൽ ഇത് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ചെറിയ എമൗണ്ട് ഇറക്കിയപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ക്യാഷായിട്ട്
അങ്ങനെയാണ് മൂപ്പരുടെ കണ്ടന്റ് ഒക്കെ വരുന്നത്. ഓക്കെ, ഈ കോണ്ടന്റ്സ് ആക്കി ഇപ്പൊ നിങ്ങൾ ഇത്രയും വീഡിയോസ് ഒക്കെ ചെയ്യുന്നു, ഇപ്പൊ ഇങ്ങനെ സിനിമ സെറ്റ് ഇടുന്നത് കുറച്ചും കൂടി ആളുകളിലേക്ക് ശ്രദ്ധ കിട്ടി, കുറച്ചും കൂടി ആൾക്കാർ കമന്റ്സ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എന്നാലും പണ്ട് മുതലേ നിങ്ങൾക്കൊരു കോൺസ്റ്റന്റ് സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടല്ലോ, ആളുകൾ വീഡിയോസ് കാണുന്നത്, നിങ്ങൾ കമന്റ് ചെയ്യുന്നത്. അതായത് പുറത്തൊക്കെ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ്, അതായത് ഫാൻസിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്? അങ്ങനെ ഫാൻസ് ഒന്നും ഇല്ല, അതൊക്കെ ഉണ്ട്, പറ. വീഡിയോ കാണുമ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറയും, ചിലപ്പോ സീനാരല്ലേ എന്നൊക്കെ ചോദിക്കും, ഞാൻ തിരിക്കാൻ നിൽക്കില്ല എന്ന് പറയും. ഒരു സംഭവം ഉണ്ടായി, ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്, എല്ലാ സമയം എടുത്തിട്ടല്ലേ നടക്കുക. നമ്മൾ അതിരടിയുടെ പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഞാൻ സ്റ്റേജിന്റെ മുന്നിലായിരുന്നു, ഞാനും കൂട്ടുകാരൻ തെനിച്ചും കൂടെ. അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ലേറ്റ് ഓൺ ചെയ്ത പിന്നെ കണ്ട് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഞാൻ കൂളായി നടക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ഞാനതിൻ്റെ ഉള്ളിലായി പോയൊരവസ്ഥ. മൊത്തം ആൾക്കാർ കൂടി, പിന്നെ എനിക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. സംഭവിച്ചൊരു സന്തോഷമുണ്ട് കേട്ടാ ഉള്ളിൽ. അപ്പോൾ ഫുൾ ആൾക്കാർ കൂടിയപ്പോൾ എനിക്ക് മുട്ടൊക്കെ വിറച്ചുകൂടി, കൈയൊക്കെ വിറച്ചുകൂടി, കാരണം ആദ്യമായിട്ടല്ലേ. അപ്പോഴാണ് എല്ലാവരും പറയുന്നത് ഏത് മൂഡ് ബ്രോ, വീഡിയോ മൂഡ്, സെക്കൻഡ് പാർട്ട്. ഇപ്പോൾ എല്ലാവരും ചോദിക്കണേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സെക്കൻഡ് പാർട്ടാണ്, സെക്കൻഡ് പാർട്ട് എല്ലാത്തിനും സെക്കൻഡ് പാർട്ട്. അന്ന് ഡിസംബറിൽ കല്യാണ വീഡിയോ ആയിരുന്നു, കല്യാണ വീഡിയോ പറഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ചില വീഡിയോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടുണ്ടിട്ടാന്ന് പറയും. അത്ര ഓളുണ്ടാക്കിയത് ഈ രണ്ട് സംഭവം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ ഇന്ന കഥാപാത്രം ഡിസൈഡ് ചെയ്യുന്നത് ഹുസിയാറാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ടാസ്ക് തരാം. ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ പേര്, ഇവർക്ക് ഏത് ക്യാരക്ടർ ചെയ്താലായിരിക്കും, അതായത് വില്ലൻ, അമ്മാവൻ, അനിയൻ, നായകൻ, കോഴിയായിട്ടുള്ള കൂട്ടുകാരൻ, അങ്ങനത്തെ ഓക്കെ, ജിന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജിന്നിന് ഇപ്പൊ പുതിയൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു, അതിൽ ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജിന്നിന് എന്ത് ക്യാരക്ടർ ആയിരിക്കും കൊടുക്കുന്നത് ആൻഡ് വൈ? ഇനി ഞാൻ ജിന്നിനെ മാസിലോട്ട് ചെയ്യില്ല, ജിന്നിനെ ഒരു കൊമേഡിയൻ ആയിട്ട് കൊണ്ടുവരാൻ നോക്കും. ഒരു സാധനം ചിരിച്ചില്ല, ആ ചിരി നമ്മൾ ഇതിലൂടെ മാറ്റണം. അതായത് ചെയ്യാത്തൊരു വാവനെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് വാവ മാസ് ചെയ്തു. ചെയ്യാത്തൊരു കഥാപാത്രം ഒരാളെ കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ത്രില്ലാണ്, പിന്നെ അത് ചെയ്ത് കൈയടിച്ചില്ല. ജിഷ്ണു ആണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ എങ്ങനെ ആയാലും ഒരു ടെറർ കഥാപാത്രം കൊടുക്കും. ഒരു നായകൻ, വില്ലൻ, ഡാൻസർ, ഫൈറ്റർ, ഓൾ ഇൻ ഓൾ ഒരു കംപ്ലീറ്റ് ആക്ടറാണ് ചെക്കൻ. ഉണ്ടായിരിക്കണം നോക്കണ്ട. അത് ഈ ചില ഈ സൈക്കോ സിനിമകളുടെ സ്റ്റാർട്ടിങ്ങിൽ കൊല്ലുന്ന ഒരു ക്യാരക്ടർ ഒക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നായകന്റെ ചെറുപ്പം, ക്രൂരകൃത്യം, അങ്ങനത്തെ ഉണ്ട്. ഐ മീൻ ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നല്ല, ആ ക്യാരക്ടർ ചെയ്യാൻ ചെറിയൊരു വേടൻ ലുക്ക് ഉണ്ട്. മീശോ ഒന്നല്ല, നമുക്ക് മിന്ത്രാക്കാം. അല്ല ശരിയാ, ഒരു വേടൻ ലുക്ക് ഉണ്ട്. ഓക്കെ, സാദിഖിനെ നമുക്കൊരു എങ്ങനെ അതിനെ നമുക്ക് പോലീസാക്കാം, പിന്നെ റൊമാൻറ്റിക് ക്യാരക്ടറൊക്കെ, പിന്നെ നമ്മൾ സീരിയസ് ആയിട്ട് ഇമോഷൻസ് പരിപാടിയിലൊക്കെ നമ്മളിങ്ങനെ ഒരാൾ വന്നിട്ട് പറയൂല ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നിരിക്കണത്, അപ്പൊ അതൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്യും. അങ്ങനെയല്ല എല്ലാം ചെയ്യൂട്ടാ, ഞാൻ ഇങ്ങനെ ചോദിക്കണോണ്ട് പറയാം. ലല്ലു ക്യാമറയുടെ പുറത്ത് മായാജാലം കാണിക്കും, ക്യാമറയുടെ മുന്നിൽ. അതെ, ക്യാമറയുടെ മുന്നിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല സോറി ക്യാമറയുടെ മുന്നിലേ കണ്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്താ പറയാ, ക്യാമറ എഡിറ്റ് ആയതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി പക്ക മാസമായിട്ട് പരിപാടി ചെയ്തിട്ടുണ്ട്. ഇവന്റെ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ടേ എനിക്ക് മറന്നു പോയിട്ടാ, സോറി. കോളേജിൽ എന്തോ ഒരു ആർട്സ് പരിപാടി, ഇവന്റെ കോളേജിലല്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. കോളേജിലൊരു പരിപാടിക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യൂലേ, ആ പ്രൊജക്റ്റിൽ ഇവൻ തന്നെയാണ് അതിന്റെ ഡയറക്ടർ, ഇവൻ തന്നെയാണ് അതിന്റെ ക്യാമറാമാൻ, ഇവൻ തന്നെയാണ് അതിന്റെ ആക്ടറും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തത്. ഇവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവന്റെ, അപ്പൊ ഇവനത് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റ് ആയിട്ട് തന്നെ ഫൈറ്റ് ഡബിൾ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അടുത്താണ് കണ്ടത്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ആ സാധനം അവിടെ കോളേജിലിട്ടപ്പോൾ വൻ കയ്യടിയായിരുന്നു, വൻ പരിപാടിയായിരുന്നു. ഇവൻ ആക്ടിങ്ങിലും ഉണ്ട്, ഞാനത് പെട്ടെന്ന് പറയാൻ മറന്നതാണ്, പെട്ടെന്ന് തോന്നിയില്ല. അങ്ങനെ ആക്ടിങ് ആയിട്ട് ചെയ്തൊന്നുമല്ല, എനിക്കിങ്ങനെ ഈ ഡബിൾ റോൾ അങ്ങനത്തെ എനിക്ക് കുറച്ച് എക്സ്പെരിമെന്റൽ സാധനങ്ങൾ വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഡബിൾ റോൾ എന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നല്ല ട്രോൾ വരും പുറത്തുനിന്ന് ഒരാൾ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഒരാൾ കൊടുക്കണ വെച്ച് ഞാൻ തന്നെ ചെയ്തത്. അതേപോലെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ഒരു 5 ദിവസത്തിന് ശേഷം കോളേജിൽ. അപ്പോൾ എന്നോടൊരു സാറ് പറഞ്ഞു, ഒരു കമ്പനിയുള്ള ഒരു സാറുണ്ട് കോളേജിൽ,
എന്നോട് പറഞ്ഞ് ഫിലിം ഫെസ്റ്റിവലിൽ ലാസ്റ്റ് വേണമെങ്കിൽ എൻ്റെ അതിലൊരു വീഡിയോ ഇടാം ഇതൊന്ന് സെറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഓൾറെഡി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ 4 ദിവസം മുമ്പിലുള്ളൂ, 4 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാന്നുള്ളതിലായി. 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് രാവിലെ ഒരു 8 മണി മുതൽ രാത്രി ഒരു 10 മണി വരെ ഷൂട്ട് ചെയ്ത് 4ാമത്തെ ദിവസം രാത്രി 10 മണിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഫിലിം ഫെസ്റ്റിവൽ. ആ ഒരു രാത്രി മൊത്തം ഞാൻ ഒരു കുപ്പി റെഡ് ബുള്ളും കുടിച്ചിട്ട് ഇരുന്ന് ഫുൾ എഡിറ്റ് ചെയ്ത് ഉറക്കൊഴിച്ച് ഫുൾ എഡിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഒരു 11 മണിയാകുമ്പോൾ കോളേജിലേക്ക് എത്തി. ഈ സാധനമൊക്കെ കയറ്റി ലാപ്പിൽ കയറ്റി ഓൺ ചെയ്യാൻ നേരത്ത് പ്രിൻസി വിളിപ്പിച്ച് അവനോട് എൻ്റെ റൂമിൽ കയറാൻ പറയും, ഇങ്ങോട്ട് ഇടാറ്. അപ്പം പിന്നെ ഉള്ളിലേക്ക് വിളിച്ചപ്പോൾ മറ്റേ ഇതിൽ ഫുള്ള് സിഗരറ്റ് വലിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രിൻസിയോട് പറ്റൂലാറ്. ഞാൻ കരഞ്ഞ് ഞാൻ പറയാം കുറേ ഉറക്കൊക്കെ ഒഴിച്ച് ചെയ്തായിരുന്നു 4 ദിവസം. അപ്പം എന്നോട് പറഞ്ഞ് ഉറക്കം വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ അങ്ങനെ ഞാൻ പ്രിൻസിപ്പളുടെ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി, ഇനിയിപ്പോൾ വേണ്ടാന്നുള്ളതിൽ. അപ്പോൾ കരഞ്ഞപ്പോൾ ഒരു സെൻറ്റിമെൻ്റൽ കണക്ഷൻ വന്ന് തോന്നുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെ ഒരുത്തം വിളിച്ചാണ്ട് പറഞ്ഞ് അന്നെ പ്രിൻസി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു പോയപ്പോൾ എന്നോട് പറഞ്ഞ് സിഗരറ്റ് വലിക്കുന്നോടത്തൊക്കെ സ്മോക്കിങ്ങിൻ്റെ അലേർട്ടൊക്കെ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇടാറ്. അങ്ങനെ ഇട്ടപ്പോൾ നല്ല റെസ്പോൺസായി. വാവനെ ഞാന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണ ഇതിലാണ്. ഞങ്ങളിങ്ങനെ കണ്ടുപരിച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കമ്പനി ഇപ്പൊ നല്ല കമ്പനി. വാവന നമുക്ക് ഒരു സ്റ്റാർ ആക്കിയല്ല. ഒരു റൊമാൻറ്റിക് സ്റ്റാർ. രഞ്ജിത്തേട്ടൻ നമുക്ക് എല്ലാം വിശ്വസിച്ച് എല്ലാവരും കൊടുക്കാം. ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഒരു അച്ഛൻ തന്നെയാണ്. അപ്പൊ കുഴപ്പമില്ല. 1.5 വയസ്സുകാരനുണ്ട്. ശ്രാവണല്ലേ ഗണേഷ്? ഗണേശൻ നമുക്കൊരു വില്ലൻ കഥാപാത്രം, അതിലും വില്ലൻ തന്നെയാണല്ലോ ചെയ്തത്. ഒരു ഡാൻസറൊക്കെ ആയിട്ടുള്ളൊരു വില്ലൻ കഥാപാത്രം കുറച്ചുകൂടി മാസ് കൊടുക്കണം അല്ലേ? മറ്റേ അടി കൊണ്ട് വീഴാത്തൊരു വില്ലനാണ്. എനിക്ക് ഈ പറഞ്ഞതിൽ എനിക്ക് തീരെ വർക്കാവാത്ത റൊമാൻറ്റിക് ആണ്. ഞാൻ റൊമാൻറ്റിക് വീഡിയോ അധികം ചെയ്തിട്ടില്ല. അതെന്താ ചെയ്യാത്തെ? എനിക്ക് റൊമാൻറ്റിക് ചേരുന്നില്ല. ഇഷ്ടമല്ല റൊമാൻറ്റിക്? നല്ല ഇഷ്ടമാണ്. ഞാൻ റൊമാൻറ്റിക് റൊമാൻറ്റിക് ചെയ്യുമ്പോ എന്തോ ഞാൻ ചെയ്തിട്ടുണ്ട്. റൊമാൻറ്റിക് ഇമോഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് ഈ ആയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കണ്ടന്റ് മനസ്സിൽ വരാറില്ല, ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ ചെയ്യും, ഞാൻ ധൈര്യമായിട്ട് ചെയ്യും. പക്ഷെ എന്താ പറയാ, അങ്ങനത്തെ വീഡിയോ ചെയ്ത് പേടിയാണ്. ഞാൻ ഇതുവരെ നെഗറ്റീവായിട്ടുള്ള അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോരം റീൽസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ കണ്ടന്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പേടിയുള്ള ഒരാളാണ്. ഇന്നൊരു നെഗറ്റീവ് വന്നിട്ടില്ല, നെഗറ്റീവ് കണ്ടന്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ വൈറലായ സാധനം എടുത്തുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അതിൽ നല്ല ഉണ്ട് ചെയ്യാറുള്ളൂ. ഈ റൊമാൻറ്റിക് ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, പാളിപ്പോയി ഞാൻ ഇവനേതാ എന്നുള്ളൊരു ചോദ്യം വരും. അത് വേണ്ട, ചെയ്യണമെന്നുണ്ട്. നല്ലൊരു സാധനം വന്നാൽ ചെയ്യല്ലേ? ചെയ്യും. ഓക്കെ. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ ഇപ്പൊ റീസെന്റ് ഒരു കിടിലൻ സാധനം വരാനുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്താ എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് ആണോ? സെക്കൻഡ് പാർട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എന്തിന്റെ സെക്കൻഡ് പാർട്ട് വരാൻ ആളുകൾ പറയുന്നത് ഇതന്നെ, കോളേജിന്റെ ബാക്കിയുള്ള ഇടി പരിപാടി. എനിക്കൊന്ന് കോളേജ് ഇടിക്കൊക്കെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാണാൻ അവർക്ക് ഇടി, ഈ പ്രത്യേകിച്ച് ആർട്സ് ഡേക്ക് ഒക്കെ ഇടി കാണും. നമുക്ക് റിയൽ ലൈഫിൽ അത് കാണാൻ ഭയങ്കര രസം. ബിഗ് സ്ക്രീനിലല്ല കാണുന്നത്. അപ്പൊ ആളുകൾക്കത് ഒരുപാട് ആളുകൾ തിയേറ്ററിൽ പോകാത്ത ആളുകളുണ്ടാവും. അപ്പൊ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ചെറിയ സ്ക്രീനിൽ കാണുമ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു എക്സൈറ്റഡ് ഉണ്ട്. അതിന്റെ ഒരു ഫാൻ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കമന്റ് സെക്ഷനിൽ വരുന്നുണ്ടല്ലേ, അങ്ങനെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളത് വരുന്നുണ്ട്. അത് എടുക്കാനുള്ള പ്ലാൻ അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ തലയിൽ വിരിയണം. അത് നമ്മൾ സെറ്റായി. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാ പരിപാടികളും അടിപൊളിയാവട്ടെ. അപ്പോൾ ഇദ്ദേഹം ഇപ്പൊ സിനിമയില് കയറി 3 സിനിമകൾ ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമയിൽ പല പല നല്ല നല്ല വേഷങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. Inji, my meal partner.